ആരോഗ്യ കേരളം, ലഹരിമുക്ത കേരളം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരംഭിക്കട്ടെ. വല. ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം ജീവിതം നഷ്ടപ്പെട്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ അഭയം തേടി പിന്നീട് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആനന്ദ് ഫൽഗുനൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹവുമായുള്ള ഒരു മുഖാമുഖമാണ് ഇവിടെ നടക്കുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ കരയാൻ പാടില്ലെന്നോ? കരയാതെ പറയണമെന്നോ? കരയാതെ കരച്ചിലടുക്കി പിടിച്ച് എനിക്കിത് നിങ്ങളോട് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ ചിരിക്കണമെന്ന്? ഇത് ചിരിക്കേണ്ട സമയമാണെന്നോ? വയ്യ. കരച്ചിലടുക്കി പിടിച്ച് ഫിങ്ങിപ്പൊട്ടൽ ഇല്ലാതാക്കി എനിക്കിത് പറയാൻ വയ്യ. കാരണം അന്ന് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ വന്ന വഴിയിലൂടെ നിങ്ങൾ വരുന്നത് കാണുമ്പോ ഞാൻ എങ്ങനെ സന്തോഷിക്കും? എന്റെ കഥ കൊണ്ട് നിങ്ങൾക്ക് നാടകം രചിക്കാം, നിങ്ങൾക്ക് സിനിമയുണ്ടാക്കാം. അതുമല്ലെങ്കിൽ പുസ്തകം എഴുതി ലക്ഷം കോപ്പികൾ വിറ്റഴിക്കാം. എന്തിനി ഇതാ ഈ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഈ ഇന്റർവ്യൂ പോലും വിൽപ്പന ചരക്കാക്കി ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ വെറും കെട്ടുകാഴ്ചകളായി മാറുകയാണെങ്കിൽ ഞാൻ എന്തിനീ കഥ പറയണം? എങ്കിലും ഞാൻ ഈ കഥ പറയാം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി. നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾ വീഡിയോ പിടിച്ചോളൂ. ഞാൻ എന്റെ കഥ പറയാം. അല്ല, നമ്മളിൽ പലരുടെയും കഥ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഥ. എന്റെ പേര് ആനന്ദ് ഫൽഗുനൻ. നന്ദു എന്ന് വിളിക്കും. ഫൽഗുനൻ എന്നത് അച്ഛന്റെ പേരാണ്. എന്താ ചോദിച്ചത്? അച്ഛന്റെ ജോലി ഒരു സൂപ്പർ മാർക്കറ്റും ഒരു ഫ്ലാറ്റും ഉണ്ട്. എന്താ ചോദിച്ചത്? അമ്മയെ കുറിച്ച് അറിയേണ്ടി വരുമല്ലോ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും. അമ്മയുടെ പേര് ഉത്തര, വീട്ടമ്മയാണ്. എന്താ അറിയേണ്ടത്? കലയുമായി ബന്ധമുണ്ടോന്ന്. പാട്ട് പാടാൻ അറിയില്ല, പക്ഷേ അഭിനയിക്കും. 6th ലും 7th ലും പഠിക്കുമ്പോ മോണോ ആക്ടിൽ 1-2 സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഗംഭീരമായിട്ട് അഭിനയിക്കും. പഠിക്കുന്ന സമയത്തെ കലാപ്രതിഭയായിരുന്നു പുള്ളി. അഭിനയം അതൊന്ന് കാണേണ്ടതായിരുന്നു.
അതിപ്രശസ്തമായ റോയൽ റെസിഡൻസി പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്ന്. അതായത് 8ഉം പൊട്ടും തിരിയാത്ത പ്രായമല്ല എന്നർത്ഥം. വെരി മച്ച് ടഫ് എന്ന് പറയാവുന്ന ഈ എൻട്രൻസും അതുപോലെ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അഡ്മിഷൻ നേടിയെടുത്ത മിടുക്കനാണ് ഞാൻ. ഇനി അങ്ങ് തകർക്കുമല്ലേ മാസ്റ്റർ ആനന്ദ് ഫൽഗുനൻ. മമ്മി പോവാണ്. ഡാഡി ബൈ 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 ബൈ. എന്താ നന്ദു, പുതിയ സ്കൂളിൽ പോകാൻ തുടങ്ങി മാസം 2 ആയപ്പോഴേക്കും ക്ഷീണം പിടിച്ചോ മോനെ? ഓ ഭ്രാന്ത്, ഒന്ന് നിർത്ത്. എന്താ മോനെ, എന്താ പറ്റിയേ? ഒന്നുമില്ല, ഒന്ന് മിണ്ടാതിരി. ഓ ഒരു സ്വസ്ഥതയില്ല മോനെ മോനെ മോനെ. മോനെ റെഡിയായില്ലേ? ബസ് വന്ന് പെട്ടെന്ന് പോവൂ. ഞാൻ കണ്ടു, ഞാൻ പോയിക്കോളാം. മോനെ ഭക്ഷണം ബാഗിൽ വെച്ചിട്ടുണ്ട്, മുഴുവൻ കഴിക്കണേ. എനിക്ക് തോന്നിയാ കഴിക്കും, ഞാൻ കഴിച്ചോളാം. ഓ ഇതിപ്പോ നന്ദു, എന്താ നിന്റെ ബാഗിൽ ഒരു പാക്കറ്റ് കണ്ടത്? ബാഗിൽ 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 അതൊന്നുമില്ല, അതൊന്നുമില്ല. അത് അത് വിൻസെന്റിന് കൊടുക്കാനുള്ള പിറന്നാൾ സമ്മാനം. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പോവുക, ഒന്നുമില്ല. എന്താടാ, എന്താ ബാഗിൽ? തുറക്കടാ. സാർ ബാഗ് ഇത് ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അത് പുസ്തകമാണ് സാർ, പുസ്തകം. അത് വാട്ടർ ബോട്ടിൽ സാർ. അത് ടിഫിൻ ബോക്സ്. ആ പൊതി അത് വിൻസെന്റിന് കൊടുക്കാനാ. ആര് തന്നതാണെന്നോ? അച്ഛൻ തന്നതാ. 8ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു. ഏതോ മാനിന്റെ മകനാ. അച്ഛനും മോനും ഒക്കെ കണക്കാണ്. അയ്യോ സാറേ, അല്ലല്ല സാറേ, അയ്യോ സാറേ, എന്റെ മോനൊരു അബദ്ധം പറ്റിയ സാറേ. അയ്യോ അവനെ ആരും പറ്റിച്ച സാറേ, തല്ലല്ല സാറേ. അയ്യോ അയ്യോ അയ്യോ. തല്ലല്ലേ സാറേ, തല്ലല്ലേ. നന്ദു ക്ലാസ് ഇരുന്ന് ഉറങ്ങുകയാണോ? വാ, ഇന്റർവെൽ അല്ലേ, നിന്റെ കയ്യിൽ പാക്കറ്റ് ഉണ്ടോ? നമുക്കൊന്ന് മിനുങ്ങാം, വാ. ഇല്ല, എന്റെ അച്ഛൻ ജയിലില്ല. ഇല്ല. വേണ്ടടാ, നീ വാ, ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാ നോക്ക്. സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ബോധം മറക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ. ഹായ്,
ഇതിൽ നിന്നും പുകയെന്നെടുത്താൽ എന്ത് രസം, എന്ത് സുഖം! അതിൽ പരം മറ്റൊരു സുഖം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അതിൽ നിന്ന് പുക വായിലേക്കൊന്നെടുത്ത് ശ്വാസകോശത്തിലേക്ക് ഇറക്കി മൂക്കിലൂടെ പുറത്തേക്ക് വിട്ടാൽ ഹായ് പറന്ന് 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 നടക്കാം. വിൻസെന്റ്, നിനക്ക് വേണ്ടേ? നീ എന്നെ ഉപദേശിക്കണോ? നിങ്ങൾ എന്നെ ഉപദേശിക്കണോ? നിങ്ങളുടെ ഒരു ഉപദേശവും എനിക്ക് വേണ്ട. ഞാൻ പറക്കട്ടെ പറക്കട്ടെ പറക്കട്ടെ, ഞാൻ പറക്കട്ടെ, പറന്ന് പറന്ന് പറന്ന്. ഇല്ല ഇല്ല വിൻസെന്റ്, അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മയക്കുമരുന്ന് വിറ്റ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ലല്ലോ. അതും സ്വന്തം മകൻ കൊച്ചുകുട്ടിയായിരിക്കെ കയ്യിൽ കൊടുത്തു വിട്ട കേസിൽ നിന്ന് അച്ഛൻ ഇറങ്ങി. ഹരിദാസ് എന്താ ചോദിച്ചത്? അമ്മ എപ്പോഴും കരച്ചില്ല. എന്തിനാണെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കുട്ടിയാണെന്ന വിചാരം. ഞാൻ കോളേജിലെത്തിയതോ എന്താ അഷ്റഫ്, എന്ത് പുതിയ സാധനം വന്നിട്ടുണ്ടെന്ന്? മണമില്ലാത്തത്, പുകയുമില്ല. നാക്കിലൊട്ടിച്ചാ മതിയെന്ന്. പറന്ന് നടക്കാം, പറന്ന് പറന്ന്. ഹരിദാസ്, നീ വരുന്നില്ലേ? വിൻസെന്റ്, നീ വരുന്നില്ലേ? വാ, നമുക്കേ പറന്ന് 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 നടക്കാം. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങളൊക്കെ ആണുങ്ങളാണോടാ? പഴഞ്ചന്മാരായി ഇങ്ങനെ നടക്കുക. എടോ, ഈ പെമ്പിള്ളേരുണ്ടല്ലോ, ഈ പെമ്പിള്ളേരൊന്നും തിരിഞ്ഞു നോക്കില്ല ഈ സദ്ഗുണ സമ്പന്നന്മാരെ. നിങ്ങളിങ്ങനെ പഴഞ്ചന്മാരായി പോയല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത്. പിന്നെ എന്നെ ഉപദേശിച്ച് നന്നാക്കാമെന്നും കരുതരുത്. കാലം മാറിയതറിയാത്ത തവളകൾ. ഇതാ സിനിമയിലാകെ മദ്യവും മയക്കുമരുന്നും പുകയിലയും. ഹീറോയിന്റെ വീരപരിവേഷത്തിന് അവയില്ലാതെ പിന്നെ എന്ത്? സ്വന്തം അധ്യാപികയെ പ്രണയിക്കുന്ന ശിക്ഷന്മാർ, കോളേജ് ക്യാമ്പസിനകത്ത് മദ്യപിക്കുന്ന ഹീറോയും കൂട്ടാളികളും, ബോധം മറക്കുന്ന ലഹരികൾ, സ്നേഹസ്പർശമില്ലാത്ത കാമനകൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ തെറി അഭിഷേകത്തിന്റെ പുത്തൻ ചുരുളികൾ? നിങ്ങൾക്ക് അറപ്പ് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാനും വിൻസെന്റും ഹരിദാസും അന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സായാഹ്നത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടി. അവർ ഇന്ന് ഒരാൾ എക്സൈസിലും മറ്റേയാൾ പോലീസിലും. വറുത്ത നിലക്കടല കുറിച്ചുകൊണ്ട് 7.5 കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കരയിൽ ബാല്യകൗമാരങ്ങളുടെ ഓർമ്മകളുടെ സുഗന്ധം പങ്കുവെച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അവർ രണ്ടുപേരും ഗൃഹാതുരമായ ഏതോ ഓർമ്മയുടെ ലഹരിയിലായിരുന്നു. പക്ഷേ ഞാൻ മാത്രം നാവിനടിയിൽ ഒളിപ്പിച്ചു വെച്ച
ഗുളികയുടെ ലഹരിയിലായിരുന്നു എന്ന് അവർ അറിഞ്ഞില്ല. നമുക്ക് അങ്ങോട്ട് പോകാം, ആ 7.5 വെള്ളച്ചാട്ടത്തിന്റെ കരയിലേക്ക്. വളരെ വിചിത്രമായ ഒരു കൂടിച്ചേരലാണിത്. കഞ്ചാവും MDMA-യും ബ്രൗൺ ഷുഗറും ഒക്കെ വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവന്റെ ഇരുവശം, അവനെ പിടിച്ചകത്താക്കാൻ ഉത്തരവാദിത്തപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ. എന്താ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങളുടെ സ്നേഹോഷ്മളമായ ഓർമ്മകളുടെ അതിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം മറന്നുപോയോ? വിൻസെന്റ്, അച്ഛൻ ജയിൽ മോചിതനായി. അതായത് എൻ്റെ വികൃതികളുടെയൊക്കെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അഭിനയിച്ച് ഫലിപ്പിച്ച് ജയിലറ ഏറ്റുവാങ്ങിയ ത്യാഗി. ഗോതമ്പുണ്ട കഴിച്ച് സുഖിച്ച് കഴിയുമ്പോൾ അറിഞ്ഞിട്ടുണ്ടാകുമോ ഈ മകൻ എത്രമാത്രം റിസ്ക് പിടിച്ച ജീവിതത്തിന്റെ നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞു കാണും. അതല്ലേ മാനസിക നില തെറ്റി ഭ്രാന്തനായത്. ഭ്രാന്തൻ. വിൻസെന്റ്, ഹരിദാസ്, എനിക്കൊന്ന് കുടിക്കണം. ഓ, എന്തൊരു ചൂട്! എനിക്ക് ഈ മലവെള്ളച്ചാട്ടത്തിന്റെ അഗാധതയിലേക്കൊന്ന് മുങ്ങി നീരാടണം. എനിക്ക് അർമാദിക്കണം. എനിക്ക് കുടിക്കണം. വിൻസെന്റ്, നീ വരുന്നില്ലേ? ഹരിദാസ്, നീ വരുന്നില്ലേ? വാ, നമുക്ക് മുങ്ങാൻ കുഴിയിടാം. ഓ ഭീരുക്കൾ, എന്റെ സിരകളിലൂടെ ഒഴുകുന്ന തിളച്ച രക്തം എന്നെ എത്രമാത്രം ധീരനാക്കുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ കുടിക്കട്ടെ. ഞാൻ ഇതിന്റെ അതാകാതയിലേക്ക് കുതിക്കട്ടെ. അയ്യോ, പിടിക്കടാ, പിടി, കൈ പിടി. അയ്യോ, ഹരിദാസ്, അവന്റെ കൈ പിടി. ഹരിദാസ്, ശ്രദ്ധിക്കൂ. അയ്യോ, ഹരിദാസ്, നീ രക്ഷപ്പെട്ടോ? ഞാൻ രക്ഷപ്പെട്ടു. ഹരിദാസ്. അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഹരിദാസിന്റെ മൃതദേഹമായിരുന്നു. നാട്ടുകാർ വന്ന് അവന്റെ ശരീരം മുങ്ങി തപ്പിയെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടുവന്നു വെക്കുമ്പോ എന്റെ ലഹരിയുടെ ശക്തി ഏറെ ക്ഷയിച്ചിരുന്നു. എന്റെ ഹരിദാസ്, അവന്റെ പ്രാണൻ എനിക്ക് നൽകി. അവൻ പോയി. പിന്നീട് ഒരു സായാഹ്നത്തിൽ നുരഞ്ഞു പതഞ്ഞ ലഹരിയിൽ ഇങ്ങനെ രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിയൊലിച്ചു വന്ന ക്ഷോഭത്തിൽ ഒറ്റ വെട്ടിരി എന്റെ അമ്മയെ ഞാൻ. പത്തു മാസം ചുമതാ വയറ്റിൽ ആദ്യം ഒരു ചവിട്ടായിരുന്നു. സർവസയായ അമ്മേ, ബാപ്പ്. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ പറയൂ, ഈ ലഹരി നമുക്ക് വേണോ? ഈ ലഹരി നമുക്ക് വേണ്ട. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഇതാ നോക്ക്, ഇത് കണ്ടോ?
ഇതാണ് ക്യാൻസർ സെന്റർ. നിങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ വന്നിട്ടുണ്ടോ? നോക്ക്, അവിടുത്തെ മണം നിങ്ങൾക്ക് രസിക്കില്ല. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. സുഖമുള്ള കാഴ്ചകളല്ലല്ലോ, അല്ലേ? ഇതാ നോക്ക്, ഈ വായക്കകത്തേക്കൊന്ന് നോക്ക്. പൊണ്ണു പിടിച്ചഴുകി നാറിയ കോശങ്ങൾ. ഇത് നോക്കൂ, റേഡിയേഷനിൽ ദഹിച്ച് കരിഞ്ഞു പോയ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ. അതികഠിനമായ വേദന, അസഹ്യമായ വേദന പേർന്ന തൊണ്ടയും നാക്കും. ഒരിറ്റു വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എന്തൊരു വേദന. ആ പിഞ്ചോമനയുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. പുകവലിയിൽ ആസക്തിയായി അതിൽ സുഖം കണ്ടെത്തിയ ഒരച്ഛന് ജനിച്ചു പോയ കുറ്റമാണ് ആ കുഞ്ഞ് ചെയ്തത്. എന്തൊരു വേദന. ഈ ലഹരി ഇത് നമുക്ക് വേണ്ട. നമുക്ക് റീ അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടോ? ഇതാ റീ അഡിക്ഷൻ സെന്റർ. നോക്ക്, ലഹരി കിട്ടാതെ വിറച്ച് പരിതപിക്കുന്നവരുടെ നരകലോകം. ഇനി തങ്ങൾക്ക് അനായാസമായൊരു ജീവിതമില്ലെന്ന് തിരിച്ചറിവ് ഉള്ളവരുടെ ആർത്തനാദം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഹരി വേണ്ട. വേണോ? വേണ്ട. നമുക്ക് കഞ്ചാവ്, MDMA ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞില്ലേ ലഹരിയെക്കുറിച്ച്, പുസ്തകങ്ങളുടെ ലഹരിയെക്കുറിച്ച്, വയലിൻ്റെ, നമ്മുടെ പ്രകൃതിയുടെ ആ ലഹരിയെക്കുറിച്ച്. നമുക്ക് ആ ലഹരി പോരെ. അതാ നോക്ക്, ആ വയലിലേക്ക് നോക്കൂ. ഹായ്, എന്തു രസം. ആ പക്ഷിയുടെ തൂവൽ, ആ വർണ്ണ തൂവൽ കാണാൻ എന്തൊരു രസ, അല്ലേ? കണ്ടിട്ടില്ലേ പക്ഷിയുടെ തൂവൽ? എന്തു ഭംഗിയാ. നോക്കൂ, ആ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി എന്തോ കിന്നാരം പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ത് നല്ല ഭംഗിയാണ് അതിൻ്റെ ശബ്ദം കേൾക്കാൻ. ഹായ്, നോക്ക്, എന്ത് നല്ല തെളിനീരാണ് ആ പുഴയിലൂടെ ഒഴുകി വരുന്നത്. എന്ത് രസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോടമഞ്ഞിൽ കുളിക്കുമ്പോഴും പെരുമഴ നനയുമ്പോഴും ലഭിക്കാത്ത ഒരു സുഖവും ഇതാ ഈ കുപ്പിക്കകത്തില്ല. മുംബൈ, ജഗത് സിംഗ്, യേശുദാസ്, റാഫി, ഈ സംഗീതം കേൾക്കുമ്പോൾ ലഭിക്കാത്ത ഒരു സുഖവും ഇതാ ഈ സിറിഞ്ചകത്തില്ല. നമുക്ക് ലഹരി വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇതാ നിങ്ങൾ എൻ്റെ കയ്യിൽ പിടിക്കൂ. വാ, അതാ ആ കുയിലിൻ്റെ ഗാനം എത്ര മനോഹരമാണ്. അതാ ആകാശത്ത് മഴവില്ല്. ഹായ്, എന്തൊരു ഭംഗിയാ. ആ പുഴയുടെ കളകളാരവം. ഹായ്, ആ മഴയുടെ കുളിര്, ആഹ്ലാദത്തിൻ്റെ കൊയ്ത്ത്, മെതി, നമ്മുടെ ഓണം, നമ്മുടെ വിഷു. എന്ത് മനോഹരമാണ് നമ്മുടെ നാട്. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിനെ തകർക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യ കേരളം, നമ്മുടെ നാടിനെ തകർക്കാൻ എങ്ങും വല വിരിച്ചു കഴിഞ്ഞു. ആ വല നമുക്ക് തകർക്കാം. നമുക്ക് ഒരുമിച്ച് തകർക്കാം.